ടൈറ്റാനിക് ആ പേരു കേൾക്കാത്തവരില്ല, ആ കഥയറിയാത്തവരും ചുരുക്കം. 1912 ഏപ്രിൽ 10 യാത്ര പുറപ്പെട്ട് മൂന്നാം പക്കം ഒരു പടുകൂറ്റൻ മഞ്ഞുമലയിൽ ഇടിച്ചു തകർന്ന് നടുപൊട്ടി മുങ്ങിയ ടൈറ്റാനിക്. ആദ്യ യാത്ര തന്നെ അന്ത്യയാത്രയായി മാറിപ്പോയ വിധിയുടെ തുരുമ്പെടുത്ത അടയാളം. കാലത്തിലും അനുഭവത്തിലും ഓർമ്മയിലും തറഞ്ഞുപോയ നങ്കൂരം. കടൽ കൈവിടാത്ത കപ്പൽ. ചരിത്രത്തിലെ നായകനിൽ നിന്നും ഒരൊറ്റ രാത്രി കൊണ്ട് ദുരന്ത നായകനായി മാറിയ ടൈറ്റാനിക്കിന്റെ സമാന അനുഭവം ദ വൈക്കിംഗ് സ്കൈ എന്ന ആഡംബര കപ്പലിനും സംഭവിച്ചിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിലാണ് ഇപ്പോൾ ദ വൈക്കിംഗ് സ്കൈക്ക് സംഭവിച്ച ദുരന്തം വ്യാപകമായി ദൃശ്യങ്ങൾ സഹിതം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉലയുന്ന കപ്പലിനുള്ളിൽ നിരങ്ങി നീങ്ങുന്ന ഫർണിച്ചറുകൾ, ലൈഫ് ജാക്കറ്റുകൾ ധരിച്ച് രക്ഷാപ്രവർത്തകരെ കാത്ത് ഭീതിയോടെ ഇരിക്കുന്ന യാത്രക്കാർ. ലോകം ശ്വാസമടക്കിയാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഈ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടത്. ആടിയുലഞ്ഞ കപ്പലിൽ വീണും അടർന്നു വീണ ഭാഗങ്ങൾ ദേഹത്തു പതിച്ചും 17 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. നോർവേയിലെ ട്രോംസോയിൽ നിന്ന് സ്റ്റാവഞ്ചറിലേക്ക് 4 ദിവസത്തെ യാത്രയായിരുന്നു കപ്പലിന്റെ ലക്ഷ്യം. 21-ന് പ്രാദേശിക സമയം രാത്രി 10:30 തുടങ്ങി 24-ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തേണ്ടതായിരുന്നു. നോർവേയുടെ തീരം പറ്റിയായിരുന്നു കപ്പലിന്റെ സഞ്ചാരം. മൂന്നാം ദിനം ശനിയാഴ്ച ഉച്ചയ്ക്ക് ഹസ്റ്റാഡ്വിക മേഖലയിലേക്ക് പ്രവേശിച്ചതോടുകൂടിയാണ് അപകടം സംഭവിച്ചത്. കപ്പലിന്റെ 4 എഞ്ചിനുകളുടെയും പ്രവർത്തനം ഒന്നിച്ചു നിലയ്ക്കുകയായിരുന്നു. കടൽ ക്ഷോഭിച്ച അവസ്ഥയിലായിരുന്നു. ഈ സമയത്ത് കപ്പലിന്റെ പ്രവർത്തനവും നിലച്ചത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. ഉയർന്ന തിരകളിലും കാറ്റിലും കപ്പൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഒഴുകി നടക്കാൻ തുടങ്ങി. അപകടകരമായ കപ്പൽ ചാലായി അറിയപ്പെടുന്ന ഈ മേഖലയിൽ എവിടെയെങ്കിലും ഇടിച്ച് കപ്പൽ തകരാനുള്ള സാധ്യതകളും വളരെയേറെയായിരുന്നു. ജീവനക്കാരുടെ പരിശ്രമങ്ങളെല്ലാം പാഴായതോടുകൂടി ഉച്ചയ്ക്ക് 2 മണിക്കാണ് കപ്പലിന്റെ ക്യാപ്റ്റൻ കരയിലേക്ക് അപകട സന്ദേശം അയച്ചത്. അപകട സന്ദേശം ലഭിച്ചയുടനെ 5 ഹെലികോപ്റ്ററുകളും ഒട്ടേറെ രക്ഷായാനങ്ങളും എത്തുകയായിരുന്നു. എന്നാൽ ഹെലികോപ്റ്ററിൽ ഒരു സമയം പരമാവധി 20 പേരെ മാത്രമേ ഉൾക്കൊള്ളാനാകൂ എന്നതിനാൽ രക്ഷാപ്രവർത്തനം വൈകുകയായിരുന്നു. 500ഓളം ആളുകളെ ഇങ്ങനെ മാറ്റിയപ്പോഴേക്കും ഒരു രാത്രി ഇരുട്ടി വെളുത്തു. രാവിലെ കപ്പലിന്റെ 3 എഞ്ചിനുകൾ ഭാഗികമായി പ്രവർത്തിച്ചു തുടങ്ങി. കടലിൽ വൻ തിരയും കാറ്റും ശമിച്ചതോടെയാണ് ടഗ് ബോട്ടുകൾ ഉപയോഗിച്ച് കപ്പൽ കെട്ടിവലിച്ച് തീരത്തടുപ്പിക്കാമെന്ന നിലയിലേക്ക് എത്തിയത്. ഇപ്പോൾ മണിക്കൂറിൽ 13 കിലോമീറ്റർ മാത്രം വേഗത്തിലാണ് കപ്പൽ തീരത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത തുറമുഖമായ മോൾഡയിലേക്ക് അപകട സ്ഥലത്തു നിന്നും 80 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. 20-ലേറെ ബസ്സുകളുടെ നീളമുള്ള ബഹുനില ആഡംബര കപ്പലാണ് ദ വൈക്കിംഗ് സ്കൈ. 227 മീറ്റർ നീളവും 29 മീറ്റർ വീതിയുമാണ് ഈ കപ്പലിനുള്ളത്. അതിഥികൾക്കും ജീവനക്കാർക്കുമായി 465 മുറികളാണ് ഈ കപ്പലിൽ ഒരുക്കിയിരിക്കുന്നത്. 8 ഭക്ഷണശാലകൾ, സ്പാ, യോഗ കേന്ദ്രം, ജിമ്മുകൾ, നീന്തൽക്കുളങ്ങൾ തുടങ്ങിയവയെല്ലാം ഈ കപ്പലിലുണ്ട്. എന്തായാലും കപ്പൽ ഇപ്പോൾ തീരത്തേക്ക് അടുക്കുകയാണ് എന്ന വാർത്തയാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.